നമസ്കാരം. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ അധ്യായത്തിൽ 2024 ഡിസംബർ മാസം 4-ാം തീയതി ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200 ആണ്ട് വൃശ്ചിക മാസം 19-ാം തീയതി ബുധനാഴ്ച ദിവസം, ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ മാർഗ്ഗശീർഷ മാസം 13-ാം തീയതി ബുധനാഴ്ച ദിവസം. ബുധനാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ 6:26 അസ്തമയം വൈകുന്നേരം 5:59 അതുപോലെ തന്നെ തിഥി തൃതീയ തിഥിയാണ്. ഉദയാൽപരം തിഥി തൃതീയ തിഥിയാണ്. തൃതീയ തിഥി ഉച്ചയ്ക്ക് 12:09 വരെ ഉണ്ടായിരിക്കും. പിന്നീട് ചതുർത്ഥി തിഥിയാണ് ആരംഭിക്കുക. ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം പൂരാട നക്ഷത്രമാണ്. പൂരാട നക്ഷത്രം ബുധനാഴ്ച വൈകുന്നേരം 5:17 വരെ ഉണ്ടായിരിക്കും. ബുധനാഴ്ച വൈകുന്നേരം 5:17 വരെ പൂരാട നക്ഷത്രം ഉണ്ടായിരിക്കും. പൂരാട നക്ഷത്രം ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച വൈകുന്നേരം 4:43 ബുധനാഴ്ച വൈകുന്നേരം 5:17 വരെ പൂരാട നക്ഷത്രം ഉണ്ടായിരിക്കും. ചൊവ്വാഴ്ച വൈകുന്നേരം 4:43 മുതൽ ബുധനാഴ്ച വൈകുന്നേരം 5:17 വരെയുള്ള നക്ഷത്ര സമയം പൂരാട നക്ഷത്ര സമയമാണ്. ഈ സമയം അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന നാളുകാർ അശ്വതി, ഭരണി, പൂരം, ഉത്രം, അനിഴം, ചോതി, മൂലം എന്നീ നാളുകാരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചൊവ്വാഴ്ച വൈകുന്നേരം 4:43 മുതലാണ് ഈ പൂരാട നക്ഷത്രം ആരംഭിക്കുന്നത്. പൂരാട നക്ഷത്രം അവസാനിക്കുന്നത് ബുധനാഴ്ച വൈകുന്നേരം 5:17 അപ്പോൾ ഈ സമയം പൂരാട നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് ഇനി പറയുന്നത്. അശ്വതി, ഭരണി, പൂരം, ഉത്രം, അനിഴം, ചോതി, മൂലം എന്നീ നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് പൂരാട നക്ഷത്രപ്രകാരമുള്ള ചൊവ്വാഴ്ച വൈകുന്നേരം 4:43 മുതൽ ബുധനാഴ്ച വൈകുന്നേരം 5:17 വരെയുള്ള സമയം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ കാർത്തിക, രോഹിണി, മകയിരം, തൃക്കേട്ട, വിശാഖം, ചിത്ര എന്നീ നാളുകാരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നു. ഇനി ബുധനാഴ്ച ദിവസത്തെ ശുഭസമയം പറഞ്ഞുതരാം. ബുധനാഴ്ച രാവിലെ 6:26 മുതൽ 10:56 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് ഉച്ചയ്ക്ക് 11:36 മുതൽ 12:24 വരെയുള്ള സമയം ശുഭസമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചകഴിഞ്ഞ് 1:56 മുതൽ 4:56 വരെയുള്ള സമയവും ശുഭസമയമാണ്. ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നു. ഇനി ഈ അധ്യായത്തിൽ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 4 ഏതൊരു മാസത്തെയും 4, 13, 22, 31 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഒറ്റസംഖ്യ 4 വരുന്നു. അപ്രകാരമുള്ളവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത്. നിരാശപ്പെടാതെ മഞ്ഞ, നീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അപ്പോൾ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ DMT എന്നീ അക്ഷരങ്ങളും കൂടി ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരും. അപ്പോൾ നിറങ്ങളും അക്ഷരങ്ങളും ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ കൊടുക്കുന്നു എന്നാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത്. അപ്പോൾ സംഖ്യാ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വളരെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അവസരത്തോടുകൂടി കേൾക്കുക. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കാം. സംഖ്യാശാസ്ത്രം ഞാൻ പറഞ്ഞു. ഇനി പറയുന്നത് പൂരാട നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് ധനം വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ധനം വന്നു ചേരുന്നതൊക്കെ പ്രതീക്ഷിച്ച ആൾക്കാരിരിക്കും. കാരണം ധനത്തിന് ബുദ്ധിമുട്ടുള്ളവരുണ്ട്, കടബാധകളുണ്ട്. അതുപോലെ തന്നെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ധനം വേണം. അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ധനം വന്നു ചേരുവാൻ തീർച്ചയായിട്ടും ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളത് പൂരാട നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ചാണ് പറയുന്നത്. ഉത്രട്ടാതി, ചിത്തിര, അവിട്ടം, ഭരണി, പൂയം, പൂരം, പൂരാടം, മകയിരം, അനിഴം ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്ന് ജ്യോതിഷം പറയുന്നു. പൂരാട നക്ഷത്രപ്രകാരമാണ് ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളത്. ഒന്നുകൂടി പറഞ്ഞുതരാം. അവിട്ടം, പൂരം, ചിത്തിര, പൂരാടം, ഭരണി, മകയിരം, പൂയം, പൂരം, അനിഴം ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്ന് ജ്യോതിഷം പറയുന്നു. അപ്പോൾ എവിടെ നിന്നാണെങ്കിലും അവർക്ക് ധനം എങ്ങനെയും വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണെന്നാണ് പൂരാട നക്ഷത്രപ്രകാരം അങ്ങനെയാണ് അതിൻ്റെ സാധ്യത എന്നാണ് ജ്യോതിഷം പറയുന്നത്.
മറ്റുള്ളവർക്ക് സ്ഥിര ജോലിയുള്ളവർക്കും സ്ഥിര വരുമാനമുള്ളവരെ ഞാൻ അവരെ മാറ്റി നിർത്തിയാണ് പറയുന്നത്. പ്രത്യേകിച്ച് ധനം വന്നു ചേരാൻ സാധ്യത ഉള്ളവരാണ് ഈ നക്ഷത്ര ജാതകർ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ കാളഹസ്തിയിൽ ഇരുന്നുകൊണ്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് പ്രിയപ്പെട്ടവർക്കായിട്ട് സമർപ്പിക്കുന്നത്. കാളഹസ്തി ക്ഷേത്രത്തിൽ പൂജയ്ക്കായിട്ട് വന്നതാണ്. അപ്പോൾ നാളെ ബുധനാഴ്ച ദിവസവും ഇവിടെ തന്നെ ഇരുന്ന് വീഡിയോ ചെയ്തതിന് ശേഷമേ നാട്ടിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് മഹാദേവൻ്റെ സന്നിധിയിൽ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും ഇവിടെ പറയുന്നത് ശ്രീ കാളഹസ്തീശ്വരനും ശ്രീ ജ്ഞാനപ്രസൂനാംബിക ദേവി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.